ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഉപ്പുമാവാണ്. ഒരു കളർഫുള്ളായിട്ടുള്ള ഉപ്പുമാവാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോണേ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു കേട്ടോ. എന്നിട്ട് അത് നന്നായി ചൂടായി വരുമ്പോൾ കടുക് പൊട്ടിക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ വെജിറ്റബിൾസാണ് ആഡ് ചെയ്യണത് കേട്ടോ. ആദ്യം നമ്മൾ സവോളയും പച്ചമുളകും ആഡ് ചെയ്തു. ആ റെഡ് കളറിലുള്ളത് നല്ല എരിവുള്ള മുളകാണ് കേട്ടോ. ഒരെണ്ണമാണ് ആഡ് ചെയ്തത്. ഇനി ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. നമ്മൾ ഉപ്പ് ഇപ്പം ഇട്ട് കൊടുക്കുന്നില്ല, ലാസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് വീട്ടിലുള്ള പച്ചക്കറികളെല്ലാം തന്നെ കാബേജ്, ക്യാരറ്റ്, നമ്മുടെ തക്കാളി, ഒനിയൻ, പിന്നെ നമ്മുടെ ഇതിൽ ഉരുളക്കിഴങ്ങൊക്കെ ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. ഉരുളക്കിഴങ്ങ് ചെറിയ പീസാക്കിയത് ഞാൻ അതിലിട്ട് കൊടുത്തു. ആദ്യം ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തത്. നമ്മളിപ്പോൾ ഉപ്പിടുകയാണെങ്കിൽ ഉരുളക്കിഴങ്ങിൽ ആ ഉപ്പിൻ്റെ അംശം വരും. അത് കാരണമാണ് ലാസ്റ്റാണ് നമ്മൾ ഉപ്പ് വിതറി കൊടുക്കണേ കേട്ടോ. നന്നായിട്ടൊന്ന് വഴറ്റി ഒന്ന് സോട്ടായി വരുമ്പോൾ നമ്മളതിലേക്ക് ക്യാരറ്റും അതുപോലെ തക്കാളിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം ചെറിയ പീസായിട്ടാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. നന്നായിട്ട് ഇനി വഴറ്റി കൊടുക്കണേ. എരിവിനായ ആവശ്യമായ പച്ചമുളക് നമ്മൾ ആദ്യം തന്നെ ആഡ് ചെയ്തു കേട്ടോ. നന്നായിട്ട് വഴറ്റി കൊടുക്കുക. സിമ്മിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. പിന്നെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം മൂടി വെച്ചൊന്ന് വേവിക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു 1/2 സ്പൂൺ ഗരം മസാല ആഡ് ചെയ്തു. പിന്നെ ഏകദേശം ഒരു കുഞ്ഞ് സ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. അതുപോലെ അരിമോദകം എന്ന് പറയുന്നില്ലേ, അതും ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ നല്ലതായിരിക്കും. ഇത് രണ്ടും, ഈ പെരിഞ്ജീരകവും അരിമോദകമൊക്കെ നമ്മുടെ വയറിന് അസിഡിറ്റിയൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റാനായിട്ടും അത് കുറയ്ക്കാനൊക്കെ ആയിട്ടും നല്ലതാണ്. അപ്പോൾ ഫുഡിൽ കുറച്ചൊന്ന് ആഡ് ചെയ്താൽ ഫ്ലേവറും വരും, അതുപോലെ നമ്മുടെ വയറിനും നല്ലതാണ്. ലാസ്റ്റ് ക്യാപ്സിക്കം കൂടി ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. മറ്റുള്ള വെജിറ്റബിൾസ് ഏകദേശം ഒന്ന് വെന്ത് വന്നപ്പോഴാണ് ഞാൻ ക്യാപ്സിക്കം ഇട്ട് കൊടുത്തത്. ഒന്ന് ആവി കയറിയാൽ മതിയല്ലോ ക്യാപ്സിക്കം. ആ സമയം കൊണ്ട് നമ്മൾ നമ്മുടെ നാടൻ അവലെടുത്തിരിക്കുന്ന കട്ടിയുള്ള അവലില്ലേ, അതൊന്ന് വെള്ളത്തിൽ ഒന്ന് മുക്കി എടുത്ത് ഞാൻ അരിപ്പയിൽ അരിച്ച് വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് കുറച്ച് ഗ്രീൻ പീസ് കേട്ടോ. അത് നമ്മുടെ പച്ച ഗ്രീൻ പീസാണ്, കുതിർത്തിയതല്ല. പച്ച ഗ്രീൻ പീസ് ഒരു പിടി ഇട്ടു കേട്ടോ. കഴുകി വൃത്തിയാക്കിയത് ഇട്ടു. അതും പെട്ടെന്നൊന്ന് വെന്ത് വരുമല്ലോ. നന്നായിട്ട് ഇനി മിക്സാക്കി കൊടുക്കുക. കുറച്ച് ഉപ്പ് ഇപ്പോഴാണ് ഇട്ട് കൊടുക്കണേ കേട്ടോ. ഉപ്പിട്ട് കൊടുത്തു. പിന്നെ എരിവ് കുറച്ചും കൂടി വേണമെന്നുള്ളവർക്ക്, അതായത് പച്ചമുളക് ഇട്ടിട്ടുണ്ട് പക്ഷേ ആ എരിവ് പോരാന്ന് തോന്നുന്നവർക്ക് വേണമെങ്കിൽ കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് മിക്സാക്കുക. പിന്നെ നമ്മുടെ അരിപ്പയിൽ അരിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അവലുണ്ടല്ലോ, കുതിർത്തി വെച്ചിരിക്കുന്ന അവൽ വെള്ളത്തിലിട്ട് അപ്പം തന്നെ നമ്മൾ അരിക്കണം കേട്ടോ. കുറേ നേരം വെക്കാൻ പാടില്ല. കണ്ടത് ഇപ്പം ഇങ്ങനെ വിട്ട് പോരെ. അതിങ്ങോട്ട് നന്നായിട്ട് ഇനി മിക്സാക്കി കൊടുക്കുക. എന്നിട്ടൊന്ന് 5 മിനിറ്റ് ഒന്ന് മൂടി, സിമ്മിൽ ഏറ്റവും ഫ്ലെയിം കുറച്ച് വെച്ച് മൂടി വെച്ച് ഒന്ന് ആവി കയറ്റാം കേട്ടോ. അപ്പം നമ്മുടെ കളർഫുള്ളായിട്ടുള്ള ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂട്ടോട് കൂടി കഴിക്കും, നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഈ മഴയുള്ള സമയത്ത് ചൂട്ടോട് കൂടി ഉപ്പുമാവും ഒരു കട്ടൻ ചായ അല്ലെങ്കിൽ കട്ടൻ കാപ്പിയും കൂടി ആയാൽ പൊളിക്കും. നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോൾ ഇതങ്ങോട്ട് തയ്യാറാക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ കാണുമ്പോൾ തന്നെ കുട്ടികൾക്ക് അട്രാക്ഷനാണ്. നല്ല ചുവപ്പും മഞ്ഞയും ഓറഞ്ചും പച്ചയൊക്കെ ആയിട്ട് കളർഫുള്ളായിട്ടുള്ള അങ്ങനെ പോഹ ഉപ്പുമാവ് തയ്യാറായിട്ടുണ്ട് കേട്ടോ.